ഇന്ന് എൻജോയ് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ സ്വപ്നമാണ് അത് നടന്നതിൽ ദൈവത്തിനോട് വലിയ നന്ദി പറയാൻ ഞാൻ ലാൽ സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഭയങ്കര സ്വപ്നമായിരുന്നു. എനിക്ക് ജൂഡ് സാറിനോട് നന്ദി പറയുന്നതിൽ ആദ്യം പറയേണ്ടത് അതിന് മുമ്പ് ജൂഡ് സാറിൻ്റെ വൈഫിനോടാണ്. ചേച്ചിയാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് സിനിമയിലേക്ക്. അപ്പോൾ ചേച്ചിയോട് ഞാൻ ആദ്യത്തെ നന്ദി പറയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ എന്നും ചേച്ചി ഉണ്ടാവും. അപ്പോൾ പിന്നെ ജൂഡ് സാറ്, ബോബിച്ചേട്ടനാണെങ്കിലും ആശിഷ്, മായ, എല്ലാവരും സഹായിച്ചാരുന്നുണ്ട്. എല്ലായിടത്തും എന്താ പറയുക, ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ ഇങ്ങനെ വലിയൊരു ടീമിനകത്ത് വന്ന് നിന്ന് പെർഫോം ചെയ്യുകയാണ് അല്ലെങ്കിൽ അഭിനയിക്കുകയാണെന്നുള്ളൊരു തോന്നൽ എനിക്കില്ലാതെ എന്നെ ഇതിനകത്തേക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആക്കി കൊണ്ടുനടന്നത് ഇവരെല്ലാവരുമാണ്. അതിന് എല്ലാവരോടും ഭയങ്കരമായിട്ട് നന്ദി പറയാണ്. താങ്ക് യു. നീ പറഞ്ഞാൽ വീഴും. ഓക്കെ, താങ്ക് യു. സംസാരിക്കാൻ ഈ സ്റ്റേജിലോട്ട് വിളിച്ചപ്പം ഞാൻ ഈ പറഞ്ഞ ലാൽ സാറിൻ്റെ ഒപ്പം ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. അങ്ങനെ തുടക്കം തിയേറ്ററിലെത്തിയാണ് 7-ാം തീയതി. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ കിട്ടിയൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാൽ സാറും സുചേച്ചി, അവരുടെ പ്രിയമായ മായക്കുട്ടിയുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട അനുചേട്ടൻ, ശാന്തിച്ചി, അവരുടെ ഞങ്ങളെല്ലാവരും പ്രിയ സ്നേഹത്തോടെ വിളിക്കുന്ന ജോഗു, ഇവരുടെ രണ്ടുപേരുടെയും തുടക്കമാണ്. ഒരുപാട് ആസ്വദിച്ച് എൻജോയ് ചെയ്തൊരു സിനിമയാണ്, പറയാതിരിക്കാൻ വയ്യ. നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് രണ്ടുപേരും. അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. തുടക്കം രണ്ടുപേർക്കും ഒരു ഗംഭീര തുടക്കമാകട്ടെ. ഇതിലോട്ട് എന്നെ ക്ഷണിച്ച ജൂഡ് സാറിനും ആൻജേലിനോടും ലാൽ സാറിനോടുകൂടെ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഏറ്റവും വലിയൊരു നല്ല വർഷമായിരുന്നു അത്. ലാൽ സാറിൻ്റെ കൂടെയുള്ള ഹൃദയപൂർവ്വം എന്ന സിനിമയിലൂടെ എനിക്ക് വരാൻ പറ്റി ഈ കുടുംബത്തിലേക്ക്. പിന്നെ അപ്പുവിൻ്റെ ഒപ്പം ഡീസറെ ചെയ്തു. പിന്നെ മായയുടെ ഒപ്പം. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. മായയ്ക്കും ജോക്കുവിനും ഭയങ്കര സന്തോഷം ഇവരൊക്കെ ഒപ്പം ചെയ്യാൻ പറ്റിയാലും. ഇപ്പം ലാൽ സാറിൻ്റെ കൂടെ ഒരു സിനിമയുടെ ചെയ്തു, അതിമനോഹരം. എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് കൈയടിച്ചതിന് പറഞ്ഞു വിട്ടു. അപ്പം എല്ലാവർക്കും എല്ലാവരുടെ ആശംസകൾ നേർന്ന് 7-ാം തീയതിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ലാൽ സാറിൻ്റെ ഏറ്റവും വലിയ ഫാനാണ് എൻ്റെ ഹസ്ബൻഡ്. അവരുടെ കുറേ ഫ്രണ്ട്സ് ലിസ്റ്റിൽ അവരെല്ലാം ലാൽ സാറിൻ്റെ ഓരോ സിനിമകളിലെ മക്കൾക്ക് പേരിട്ടിരിക്കുന്ന ലാൽ സാറിൻ്റെ സിനിമകളിലെ പേരാണ്. അതായത് എൻ്റെ മോൻ്റെ പേര് കാശിനാഥൻ എന്നാണ്. അപ്പം അത്രയ്ക്ക് വലിയ ഫാനാണ് അവരെല്ലാവരും. അപ്പം താങ്ക് യു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് ശരിക്കും അറിയില്ല, നല്ല ടെൻഷനിലാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ജയ. കോ ആർട്ടിസ്റ്റിൻ്റെ അടുത്തും നമുക്ക് എന്താ പറയുക, സന്തോഷത്തോടുകൂടി അവരടുത്ത് പറയാൻ പറ്റും. ഇങ്ങനൊരു മൊമെൻറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഇട്ടാൽ അങ്ങനെ വന്നാൽ നന്നായിരിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അത് എല്ലായിടത്തും ഇല്ല. അത് ഇഷ്ടപ്പെടുകയും അതിനെപ്പറ്റി അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരടുത്ത് മാത്രം നമ്മൾ ചെറിയ സജഷൻസ് പറയാറുണ്ടെന്നുള്ളത് വെച്ചാൽ വേറെ ഒന്നും ചെയ്യാറില്ല. നല്ലതായിട്ട് നമസ്കാരം ചേച്ചി. നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. 1986 കാലഘട്ടത്തിൽ കോട്ടയം വഴി ഞാനും ഈ അജുവും, ഇന്ന് അജു ലാലേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ലാലേട്ടൻ ഫാൻസ് അസോസിയേഷൻ വേണ്ടി നടന്നൊരു കാലമുണ്ട്. അന്ന് പോലെ ലാലേട്ടൻ്റെ അതിഭയങ്കര ഫാനാണ് ഞാൻ. അപ്പോൾ 90-ലൊക്കെ സിനിമയിലെത്തിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ലാലേട്ടൻ്റെ ഒരു സിനിമ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളത്. മമ്മൂക്കാട്ടൂടെ തലപതിയിലൊക്കെ അഭിനയിച്ചു. പക്ഷേ 2000 എത്തി അത് സാധിക്കാൻ രാവണ പ്രഭുവിലൂടെ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിനോട് ഏകദേശം 18 സിനിമ ചെയ്തു. പ്രണവ് സിനിമയിലെത്തിയപ്പോൾ ഞാനത് പ്രണവിൻ്റെ കൂടെ ഒരു സിനിമ കിട്ടിയത് കൊള്ളാം, ലാലേട്ടൻ്റെ അഭിനയിച്ചല്ലേ. പക്ഷെ പ്രണവിൻ്റെ ആദ്യത്തെ പടത്തിലില്ല, ജിത്തു വിളിച്ചില്ല. ഇത് എൻ്റെ റോളൊന്നും കാണില്ല ഉണ്ടായി. എനിവേസ് ആ പടം സൂപ്പർ ഹിറ്റായി. പിന്നെ അതിനുശേഷമുള്ളൊരു സിനിമയിൽ പ്രണവിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചു. വിസ്മയ ഒരിക്കലും സിനിമയിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വിസ്മയുടെ വേറൊരു റൂട്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ വിസ്മയ സിനിമയിലെത്തിയപ്പോൾ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ എനിക്ക്
അഭിനയിക്കാൻ സാധിച്ചു. വലിയ ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളിലൂടെ, അത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമാ കുടുംബത്തിലെ 3 അംഗങ്ങളിലൂടെ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഈ അവസരം എനിക്ക് ഒരുക്കുന്ന ജോഡിനോട് ഒരുപാട് നന്ദി. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചങ്ക് ആന്റണി, ഒരുപാട് സന്തോഷം. ആന്റണി കുടുംബത്തിലെ അല്ലെങ്കിൽ ആശീർവാദിലെ ഒരു അംഗം തന്നെയാണ് ഞാൻ. ആശീർവാദിൻ്റെ ഏകദേശം 7-8 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ തുടക്കം അതിഗംഭീരമാണ്. ആശിഷ് കലക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില സീനൊക്കെ കാണും. വിസ്മയ അസൽ. ഇന്റർവ്യൂ ഒക്കെ എന്താ പോപ്പുലാരിറ്റി, ഭയങ്കര കലക്കിൽ കേട്ടോ. ഇന്റർവ്യൂവിൽ തന്നെ സൂപ്പർ ഹിറ്റാണ് ഇപ്പോൾ. ഇനി പടം ഇറങ്ങി അതിൻ്റെ അപ്പുറത്ത് ഹിറ്റായിരിക്കും കേട്ടോ. ഇവ രണ്ടുപേർക്ക് ഏറ്റവും വലിയ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you so much, Manoj. ഫ്രണ്ടിൻ്റെ റോള് ചെയ്യാനും മായ ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്യാനും ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. ആൻഡ് താങ്ക് യു സോ മച്ച് സുജിക്കുഞ്ഞമ്മ ഫോർ സജസ്റ്റിംഗ് മീ ഫോർ ദിസ് റോൾ ആൻഡ് ഫോർ ദ ഡബിങ്. ആൻഡ് ജൂഡ് ചേട്ടനോടും ആന്റണി ചേട്ടനോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ബിക്കോസ് യു ഗേവ് മീ എ ചാൻസ്. എനിക്കത് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് അതിന്. ഐ താങ്ക് ദ ഹോൾ ടീം ബിഹൈൻഡ് ദിസ് ആൻഡ് ഐ റിയലി ഹോപ്പ് ദിസ് മൂവി ഈസ് എ ഗ്രേറ്റ് സക്സസ്. താങ്ക് യു സോ മച്ച്. Thank you, Aditya. Anyway, social media ഇപ്പോൾ ഇത് വൈറലായി കഴിഞ്ഞിട്ട് how was that as a response? ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ മായ ചേച്ചി ഇത് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണ്. കാരണം യൂഷ്വലി നോബഡി ഡസ് ദാറ്റ് ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് യു സ്പോക്ക് ഫോർ മീ. ആൻഡ് എനിക്ക് മായ ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഇറ്റ് വാസ് സച്ച് എ ബിഗ് ഡ്രീം ഫോർ മീ. അത് തന്നെയാണ് എല്ലായിടത്തും പറയുന്നല്ലേ, ഒരാളും ഇങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ക്രെഡിറ്റ് കൊടുക്കുക, ലൈക്ക് ഫാദർ ലൈക്ക് ഡോട്ടർ. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ വർഷം എനിക്ക് പറഞ്ഞ പോലെ പ്രണവിനൊപ്പം ഒരു നല്ല വേഷം ചെയ്യാൻ പറ്റി. തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ വിസ്മയോടൊപ്പം ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. കൂടെ സഹായിച്ചേട്ടൻ, അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകളോടൊപ്പം അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരോടൊപ്പം എന്നെയും കൂടെ ജൂഡ് സാറ് കൂടെ നിർത്തി. പിന്നെ ലാൽ സാറിനോടൊക്കെ ഈ ഫ്രണ്ടിൽ നിൽക്കാൻ എനിക്കൊരു ടെൻഷനുണ്ട് സാർ. ഞാൻ ചെയ്തിട്ടില്ല, വേറെ കൂടെ അഭിനയിച്ചിട്ടില്ല, അത് ഞാനിപ്പോൾ പറയാം. അപ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്ന് 2 പേരായി. അപ്പോൾ ഇങ്ങനൊരു സിനിമയിലേക്ക് കൂടെ ചേർത്ത് നിർത്തിയതിൽ വളരെ സന്തോഷമുണ്ട് സാർ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പരിപാടിയിലേക്കൊന്നും എല്ലാവർക്കും അപ്പം ഞങ്ങളെ ഒരു അനുഗ്രഹിക്കണം. നല്ലൊരു വിജയത്തിന് എല്ലാവരും ഒപ്പം നിൽക്കണം. അനുസരിച്ചേട്ടാ ഓക്കെ. അപ്പോൾ 2 പേർക്കും ഓക്കെ, നിങ്ങളും കയറി ഓക്കെ. സംസാരിക്കാനായതിൽ ഒരുപാട് സന്തോഷം. ഈ മൂവിയുടെ പാർട്ടാവാൻ പറ്റിയതിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ജൂഡേട്ടനോട് മുമ്പ് വർക്ക് ചെയ്തത് 2018-ലാണ്. വീണ്ടും എനിക്കൊരവസരം തന്നതിന്, അതും ഇത്ര വലിയ ലെജൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ കൂടെ പാർട്ടാവാൻ സാധിച്ചതിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. വർക്കിംഗ് എക്സ്പീരിയൻസ് വാസ് റിയലി നൈസ്. Thank you so much entire team. Thank you, Jilu. Thank you. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പടത്തിൻ്റെ ഭാഗമായിട്ട്, ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് ഞങ്ങൾ ഫൈനൽ സൗണ്ട് മിക്സ് കഴിഞ്ഞിട്ട് പടം മുഴുവനായിട്ട് ഞാനും ജൂഡും ജേക്സും ഒരുമിച്ചിരുന്ന് കണ്ടത്. ശരിക്കും ഭയങ്കര ഒരു പോസിറ്റീവ്, എന്താ അങ്ങനെ പറയുന്ന അറിയത്തില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരുന്നു പടം കണ്ടു കഴിഞ്ഞപ്പോൾ. നമ്മളതിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് എന്നിരുന്നാൽ പോലും. പിന്നെ ജൂഡിൻ്റെ കൂടെ 2018 ശേഷമുള്ള പടം, ജൂഡിൻ്റെ കൂടെ 3ാമത്തെ പടമാണ്. ആന്റണിച്ചൻ്റെ കൂടെ ആശീർവാദിൻ്റെ കൂടെ ഇതിന് മുമ്പ് ചെയ്ത പടം ഒപ്പമാണ്. അതിനുശേഷം തുടക്കം. ഇതിന് മുമ്പ് തുടരുമിൻ്റെ വേദിയിൽ ലാലേട്ടൻ്റെ ഒപ്പം തുടരണം എന്നൊരാഗ്രഹം പറഞ്ഞിരുന്നു. അതിങ്ങനെ കണ്ടിന്യൂ ആവുന്നുണ്ട്. അതിൻ്റെ സന്തോഷം വേറൊരു സന്തോഷമാണ്. പിന്നെ ശരിക്കും വേറൊരു കാര്യം എടുത്തു പറയണമെന്ന് തോന്നിയത്, വിസ്മയും ആശിഷും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എഫേർട്ട്ലെസ് ആക്ടിങ്. അത് ഐ ബിലീവ്, എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും അത് കാണുമ്പോൾ ഇതൊരു തുടക്കമാണെന്ന് ഉറപ്പായിട്ടും ഫീൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ലൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Thank you, Vishnu. Good evening, everyone. എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ ജൂഡ് എന്നോട് ഈ കഥ പറയുമ്പോൾ എനിക്കതൊരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നിയത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോളിഡ് കഥയാണ്. രണ്ടാമത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ, നമ്മൾ ഇത്രയും വർഷം എന്താ നെഞ്ചിലേറ്റിയ ലാലേട്ടൻ്റെ
മോളുടെ തുടക്കം. ഇതിലും ആപ്റ്റായിട്ടൊരു സ്ക്രിപ്റ്റ് അതിന് കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ആൻഡ് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ജെന്യുവൻ ആയിട്ടാണ് വിസ്മയ ആ റോള് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. കൂടുതൽ പറഞ്ഞാൽ ജൂഡ് എന്നെ ഇപ്പോൾ വന്ന് സ്റ്റേജിൽ കയറി. ബട്ട് ഐ തിങ്ക് ദർസ് ജെന്യുവിനിറ്റി, ദർസ് ദാറ്റ് ഏർണസ്റ്റ് ആൻഡ് ഓണസ്റ്റ്നെസ് ഇൻ എവറി ഫ്രെയിം. അത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്. ഞാൻ ആ കണ്ടപ്പോൾ തൊട്ട് ആ കുട്ടി എന്ത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു റിയഷുറൻസ് ആയിരുന്നു ഈ സിനിമ. ആൻഡ് വിസ്മയ, യു ഹവ് ഡൺ എ ഫാബുലസ് ജോബ്. ഐ വാണ്ട് എവരിബഡി ടു വിറ്റ്നസ് ദാറ്റ്. അതുപോലെ തന്നെ ആശിഷ്, അതും ഞാൻ പറയുന്നില്ല. ഐ ജസ്റ്റ് വാണ്ട് ഓൾ ഓഫ് യു ടു വാച്ച് ദ ഫിലിം. അഗൈൻ ഒരു ജനറേഷൻ നെഞ്ചിലേറ്റ് ലാലേട്ടൻ്റെ സിനിമ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു പുതിയ ജനറേഷൻ, എല്ലാ ജനറേഷനും ഒരു തുടക്കം വേണം. അങ്ങനെ ഒരു മനോഹരമായ തുടക്കമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ജൂഡിന്റെ ത്രൂ ഔട്ട് ഈ പടത്തിൽ ജൂഡ് ഒരു സ്ട്രിക്റ്റ് ടാസ്ക് മാസ്റ്ററാണ്. ഒരു സീനിൽ പോലും ജൂഡ് രാത്രി വിളിച്ച് ജൂഡിന്റെ ഒരു നാഗിങ്ങും ഒരു കോൺസ്റ്റന്റ് എന്താ പറയുക പ്രോഡക്റ്റ് നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട്. ആൻഡ് ഐ അപ്രീഷിയേറ്റ് ജൂഡ് ഫോർ ദാറ്റ്. കാരണം മറ്റു പ്രോജക്ട്സ് നടക്കുമ്പോൾ യു ഹാവ് ദ പേഷ്യൻസ് ആൻഡ് ദ വില്ലിംഗ്നെസ് ടു സിറ്റ് വിത്ത് മീ. ഞാനും ഇത്തിരി ഈ ഒരു പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആളാണ്. ജൂഡ് അതിനേക്കാട്ടും കൂടുതലുള്ള ആളാണ്. സോ അങ്ങനെ വന്നപ്പം ഐ തിങ്ക് യു ഗിവൺ അവർ ബെസ്റ്റ്. വിഷ്ണു ഇസ് ഹിയർ. വിഷ്ണു, ഞങ്ങൾ കുറേ പടങ്ങളായിട്ട് വിഷ്ണുവിടെ സൗണ്ട് ഡിസൈൻ മിക്സ് ചെയ്യുന്നു. അവനും 100% ഞങ്ങൾ മിക്സിൽ പോയപ്പോൾ ഒരു കറക്ഷനും ഇല്ലായിരുന്നു. ലിറ്ററലി പടം കണ്ടു ഇറങ്ങി. അത്രയും എഫർട്ട് വിഷ്ണു ഇട്ടിട്ടുണ്ട്. ചമൻ couldn't be here. Akhil and everybody else who's been part of this movie. I consider this as my absolute privilege to be part of the beginning of these two young artists, and I hope the best for the film. Thank you so much.